കഥകളി ഗ്രാമത്തിൽ ആട്ടവിളക്ക് തെളിഞ്ഞു. ഇനി കഥകളി മേളയുടെ 6 രാപ്പകലുകൾ. കേരളം ലോകത്തിന് സമർപ്പിച്ച കലാരൂപമാണ് കഥകളിയെന്നും കേരളത്തിൽ മറ്റൊരിടത്തും ലഭിക്കാത്ത കലാ അനുഭവമാണ് ഐരൂർ കഥകളി മേളയിൽ നിന്ന് ലഭിക്കുന്നതെന്നും പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ പറഞ്ഞു. ഐരൂർ കഥകളി ഗ്രാമത്തിൽ പമ്പാമണൽപ്പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ ഇന്നു മുതൽ 12 വരെ നടക്കുന്ന കഥകളി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഈ മഹത്തായ കലാരൂപം കഥകളി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മഹത്തായ കലാരൂപമാണ്. പെർഫെക്റ്റ് ആർട്ട് എന്ന് പറയണം. ഞാൻ പല കലാരൂപങ്ങളും ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ കഥകളി പോലെ അത്ര ആഴത്തിൽ പഠിച്ച് പരിശീലിച്ച് രംഗത്ത് അവതരിപ്പിക്കുന്ന മറ്റൊരു കലാരൂപവും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പെർഫെക്ഷൻ ആണ്. എ പെർഫെക്റ്റ് ആർട്ട് ഫോം ആണ് കഥകളി എന്ന് പറയുന്നത്. അത് കേരളീയരുടെ സ്വന്തമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കലാരൂപമാണ്. കേരളം ഭാരതത്തിന് അല്ലെങ്കിൽ ലോകത്തിന് ഒന്നും വേണ്ട, ഭാരതവും ലോകവും ഒന്നും പറയണ്ട, കാലത്തിന് സമർപ്പിച്ച ഏറ്റവും മഹത്തായ കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. ശരിയായ കാര്യമല്ല. ഒരു ഗ്രാമത്തെ ഒരു കലയുടെ പേരിൽ ആധികാരികമായി അടയാളപ്പെടുത്തിയ ആദ്യ പ്രദേശമാണ് ഐരൂർ എന്നും അദ്ദേഹം പറഞ്ഞു. പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയുമാണ് കഥകളി അരങ്ങിലെത്തുന്നത്. കഥകളി എന്താണെന്നറിയാനുള്ള ഉത്തരവാദിത്വം കേരളീയ സമൂഹത്തിനുണ്ട്. മഹത്തായ കലാരൂപങ്ങൾ ആസ്വദിക്കുന്നതിന് മാനസികമായ പഠനവും തയ്യാറെടുപ്പുകളും അനിവാര്യമാണെന്നും അതിനാൽ തന്നെ മഹത്തായ കലാരൂപങ്ങളെ ആസ്വദിക്കാൻ ചെറിയ ആൾക്കൂട്ടമേ ഉണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പ്രശസ്ത കഥകളി നടൻ സദനം ഭാസിക്ക് 2024 നാട്യഭാരതി അവാർഡ് സമർപ്പണവും നടന്നു. പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 18ാമത് കഥകളി മേളയിൽ എല്ലാ ദിനവും വൈകിട്ട് 6 മുതൽ മേജർ സെറ്റ് കഥകളിയും നടക്കും. 1000ഓളം കലാകാരന്മാരാണ് മേളയിൽ പങ്കെടുക്കുക. കഥകളി എന്ന കലാരൂപത്തെ അടുത്തറിയുന്നതിനായി സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി മേളയിലെ 6 ദിവസങ്ങളിലും കഥകളി പാഠ്യകളരിയും നടക്കും. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 2500ഓളം കുട്ടികൾ കഥകളി പാഠ്യകളരിയിൽ പങ്കെടുക്കും. ജില്ലാ കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് ഡി പ്രസാദ് കൈലാത്ത് ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു. റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ മുഖ്യപ്രഭാഷണം നടത്തി. 12-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഐരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ നായർ, വാസ്തുവിദ്യാ ഗുരുകുലം ഡയറക്ടർ PS പ്രിയദർശൻ തുടങ്ങിയവർ സംസാരിച്ചു.